അങ്ങോട്ട് മാമലകൾ കയറാനാണെങ്കിൽ അങ്ങോട്ട് വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്ന ആളുകളാണവർ. അതുകൊണ്ട് തബൂക്കിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനങ്ങൾ റെഡിയാക്കി നിർത്തണം. യാ അല്ലാഹ്. അപ്പോ നബി തങ്ങൾ പറയും, ആരെങ്കിലും കാണാതായാൽ ഇൻ യകുൻ ഫീഹി ഖൈർ സയൽഹഖുനാ, ആ കാണാത്ത ആളിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ മൂപ്പര് നമ്മൾ ഒറ്റക്ക് ജീവിക്കും. വയമൂതു വഹ്ദഹ, ഒറ്റക്ക് ജീവിക്കും. വയമൂതു വഹ്ദഹ, ഒറ്റക്ക് മരിക്കും. വയുഹ്ശറു വഹ്ദഹ, നാളെ ഒറ്റക്ക് അല്ലാഹു അവർക്ക് ജന്മം നൽകും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതിനിടയ്ക്കൊരു സ്വഹാബിയുടെ ഒട്ടകം കാണാതെയായി. അപ്പൊ മുനാഫിക്കുകളായ ആളുകൾ പറയാൻ തുടങ്ങി, കപട വിശ്വാസികൾ അവരുണ്ടാവും, ഏതൊരു സമൂഹത്തിനും ഒറ്റുകൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിനിടയിൽ അവരിങ്ങനെ പറയാൻ തുടങ്ങി, ദാഹിച്ചവശരായി നിൽക്കുന്നു നബിയെ, വെള്ളമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒട്ടകത്തിന്റെ ശരീരത്തിൽ എവിടെയോ വെള്ളം സൂക്ഷിക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ടല്ലോ, ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കുകയും മാംസം ഭക്ഷിക്കാം, പിന്നെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തിന്റെ ശേഖരം, വെള്ളത്തിന്റെ ചെറിയൊരു ബ്ലാഡർ ഉണ്ടാവും ഒട്ടകത്തിന് സർവൈവ് ചെയ്യാൻ, ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഒട്ടകങ്ങളെ അറുക്കട്ടെയോ എന്ന് സ്വഹാബിമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമാർ. എന്തായിരിക്കും വെള്ളത്തിന്റെ ക്ഷാമം? ആലോചിച്ച് നോക്കി. കടുത്ത ചൂട്, വെള്ളമില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒട്ടകങ്ങളെ അറുക്കാൻ അങ്ങ് സമ്മതം കൊടുക്കരുതേ. ഒട്ടകങ്ങൾ അറുത്താൽ നബിയെ തബൂക്കിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരാൻ പിന്നെ വാഹനമുണ്ടാകുമോ? അങ്ങ് അല്ലാഹുവിന്റെ മുഅയ്യദായ നബിയല്ലേ, അല്ലാഹു അങ്ങയെ സഹായിക്കുമല്ലോ. ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി ബറക്കത്തിന് അങ്ങേക്ക് ദുആ ചെയ്തു തന്നാൽ പോരെ, ഞങ്ങൾ ഒട്ടകം അറുക്കേണ്ടതുണ്ടോ നബിയെ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും അവനവന്റെ കയ്യിലുള്ള അല്പം വെള്ളം കൊണ്ടുവരിൻ, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കിൻ. ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കരുണയായി നൽകിയ റബ്ബിന്റെ റഹ്മത്ത്, അവിടുത്തെ പരിശുദ്ധമായ കൈ ആ പാത്രത്തിലേക്ക് വെച്ചതും അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം അണപൊട്ടി വന്നതും സ്വഹാബിമാർ കണ്ടുകൊണ്ട് കാണുകയും ആ വെള്ളം നിറയെ എടുത്ത് കുടിക്കുകയും കുളിക്കുകയും ഒട്ടകങ്ങളെ കുടിപ്പിക്കുകയും വെള്ളം നിറച്ചു വെക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ മിയാഹ്, ലോകത്തുള്ള വെള്ളങ്ങളായ വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് നമുക്ക് കിട്ടാനില്ലാത്തത്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ശ്രേഷ്ഠമായത് സംസമാണ്, മൂന്നാമത്തേത് ഹൗദുൽ കൗസറാണ്, അത് കഴിഞ്ഞാൽ നൈൽ നദിയാണ്, യൂഫ്രട്ടീസ് ആണ്. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് വിരലുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. ആ സംഭവം നടന്നതും തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ യാത്ര പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിരുന്നു, എല്ലാവരും ഒരുങ്ങണം, എല്ലാവരും ഒരുങ്ങണം. ദീർഘമായ യാത്രയാണ്, വാഹനം വേണം, വാഹനം ഒരുക്കി വെക്കണം. എല്ലാവരും ഒരുക്കി വെച്ചു. മഹാന്മാരായ സ്വഹാബിമാർ, 3 സ്വഹാബിമാർ, അവര് പോകണമെന്ന് ആഗ്രഹിച്ചവരാണ്, വാഹന സൗകര്യം ഉള്ളവരാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും, 3 സ്വഹാബിമാർ, മുതലാളിമാരാണവര്. പോകാനുള്ള ഒട്ടകമുണ്ട്. ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന്, ഒട്ടകം ഇല്ല നബിയേ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ണുനീർ നനഞ്ഞുകൊണ്ട് ഹബീബിന്റെ മുമ്പിലേക്ക് വരുമ്പോ നബി തങ്ങൾ അവരോട് പറയുമായിരുന്നു, മാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാനുള്ള വാഹനം എന്റെ കയ്യിലും ഇല്ലല്ലോ. അങ്ങനെ സങ്കടത്തോടെ തബൂക്കിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വാഹനമില്ലാതെ വരാൻ കഴിയാത്ത ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഖതഅതും വാദിയൻ, സ്വഹാബികളെ, ഏതൊരു താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഏത് മല നിങ്ങൾ കയറിയാലും, ചതുപ്പ് നിലത്തിലൂടെ നിങ്ങൾ നടന്നു പോയാലും, നിങ്ങളുടെ കൂടെ നടക്കാത്ത ചില ആളുകൾക്ക് ആ നടന്നതിന്റെ കൂലി അല്ലാഹു മദീനയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വരണമെന്ന് ആഗ്രഹിച്ചവരാണ്, പക്ഷേ അവർക്ക് വാഹനമില്ലാത്തത് കൊണ്ട്, സാധിക്കാത്തത് കൊണ്ടാണ്. അവരുടെ നിയ്യത്തിന് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നടക്കുന്ന ഈ ത്യാഗത്തിനൊപ്പം അവർക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നു.
നിയ്യത്താണ് വിഷയം. നിയ്യത്താണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്ത് നിങ്ങളുടെ അമലിനേക്കാളും ഖൈറാണ്. ഒരു നന്മ, ആ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു വില്ല പ്രൊജക്ട് പറഞ്ഞു 2200 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. എനിക്കൊന്ന് കൊടുക്കാമായിരുന്നു, പടച്ചവൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ റബ്ബേ. അത് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഉണ്ടായാൽ കൊടുക്കണേ, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാണ്ടിരിക്കരുത്. പക്ഷെ ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പം അങ്ങനെ ആലോചിക്കണം, റബ്ബേ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കുമല്ലോ, ഇല്ലെങ്കിൽ മുഴുവൻ തന്നെ ഞാനങ്ങ് എടുത്തു കൊടുത്തേനെ, ഞാനങ്ങ് പണി കഴിപ്പിച്ച് കൊടുത്തേനെ, എൻ്റെ അടുത്ത് ഇല്ലല്ലോ പടച്ചവനെ. ഇത് സത്യസന്ധമാണെങ്കിൽ അത് അള്ളാഹുവിനറിയാലോ, നിങ്ങളുടെ നീയത്തിന് അള്ളാഹു കൂലി തരും. ആ കൊടുത്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തേനെ എന്ന് തോന്നുന്നുണ്ടോ? സത്യസന്ധമാണോ? അള്ളാഹു കൂലി തരും. പക്ഷെ 10 1 കൊടുക്കാൻ കഴിവുണ്ട്, എന്നാൽ അത് കൊടുത്തേക്കണം. 1 കൊടുക്കാതെ 10 ഞാൻ കൊടുത്തേക്കണം എന്ന് പറയുന്ന കാര്യമില്ലേ. 1 കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക, എന്നിട്ട് നിയ്യത്ത് ചെയ്യുക. പറ്റാത്തതിനെ സംബന്ധിച്ച് അതിന് അല്ലാഹു കൂലി തരും. നിങ്ങളുടെ അമലിനേക്കാളും ഖൈറാണ് നിങ്ങളുടെ നിയ്യത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക, പ്രതിഫലം അല്ലാഹു തന്നുകൊണ്ടിരിക്കും. യാ അല്ലാഹ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. ഹിലാൽ എന്നവരും മുറാറത്ത് ഇബ്നു റബീ എന്നവരും. പക്ഷേ പിന്നീടാവാം, ഉച്ചയ്ക്ക് പോകാം, വൈകിട്ട് പോകാം, രാത്രി പോകാം, അങ്ങനെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ, പിന്നീട് ചെയ്യാം. തസ്വീഫ് എന്ന് അറബിയിൽ പറയും. സൗഫ, പിന്നെ സൗഫ അഖൂമു ബിഹാദ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തേക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പോയേക്കാം, ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, അങ്ങനെയുള്ള ചെറിയൊരു മടിവരൽ. ആ മടി ബാധിച്ച് പോകാൻ പറ്റിയില്ല. സ്വഹാബികൾ ഒരുങ്ങാൻ, എൻ്റെ അടുത്ത് നല്ല വാഹനം ഉണ്ടല്ലോ, അവരൊന്ന് പുറപ്പെട്ടോടെ, തെക്കുംപാടെന്ന് പോയിട്ടല്ലേ ഉള്ളൂ, അവരങ്ങോട്ട് മാടായി എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ പഴയങ്ങാട് എത്തുമ്പോഴേക്ക് ഞാൻ അവരുടെ കൂടെ എത്തിച്ചേരും, അല്ലെങ്കിൽ പയ്യന്നൂർ എത്തുമ്പോഴേക്കും ഞാൻ ഓടിച്ചെത്തിയേക്കും പിന്നിൽ. പക്ഷേ യാത്രാസംഘം അങ്ങ് പോയി തുടങ്ങി. ഉച്ചക്കും പോകാൻ പറ്റിയില്ല, വൈകിട്ടും പോകാൻ പറ്റില്ല. രാത്രിയായപ്പോൾ പിന്നെ പേടിയായി, ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്ക് പോയാൽ അവരെ കാണൂലല്ലോ. സ്വഹാബികളും നിബിതങ്ങളും പുറപ്പെട്ടു കഴിഞ്ഞു തബൂക്കിലേക്ക്. പോകാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടമായി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളും അവസാനമായി നബിതങ്ങളുടെ കൂടെ സംബന്ധിച്ച ഒരേ ഒരു യുദ്ധമാണ് തബൂക്ക്. തബൂക്ക് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു യുദ്ധത്തിലേക്ക് നബിതങ്ങൾ പുറപ്പെട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കാണ് അവസാനത്തേത്. ആ ഒരു യാത്ര നഷ്ടമായ വേദന കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. കഅബ് എന്നവർ പറയുന്നു, ഞാൻ മദീനയുടെ അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോൾ തബൂക്കിലേക്ക് പോകാതെ ബാക്കിയായവർ മുഴുവൻ കപടവിശ്വാസികളെ ഞാൻ കണ്ടത്. പിന്നെ രോഗികൾ, പിന്നെ വാഹനമില്ലാത്തവർ, ബാക്കിയൊക്കെ കപടവിശ്വാസികൾ. പ്രത്യക്ഷത്തിൽ മുസ്ലിമാൻ. അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ലാ തഫ്തിന്നാ വഫിൽ ഫിത്നതി അലാ ഫിൽ ഫിത്നതി സഖതു. അവർ പറഞ്ഞു നബിയോട്, നബിയേ ഇദൻ ലീ വലാ തഫ്തിന്നാ, നബിയെ എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ, എനിക്ക് അങ്ങ് എക്സ്ക്യൂസ് തരണേ, ഞാൻ തബൂക്കിലേക്ക് വരുന്നില്ല. എന്താ കാരണം പറഞ്ഞെന്നറിയോ? അതിലൊരാൾ പറഞ്ഞ കാരണം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. പറഞ്ഞു, നബിയെ തബൂക്കിലേക്ക് പോവാന്ന് പറഞ്ഞാൽ യൂറോപ്പുകാരി പെൺകുട്ടികളായിരിക്കും അവിടെ ഉണ്ടാവുക, അവരൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളല്ലേ, എനിക്ക് അങ്ങനത്തെ കുട്ടികളെ കണ്ടാൽ ഞാൻ അവിടെ നിന്നുപോകും, അങ്ങനെ ഞാൻ വല്ല വ്യഭിചാരങ്ങാനും ചെയ്തു പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. അവർ ഫിത്നയിൽ വീണു കഴിഞ്ഞല്ലോ, അവിടെ പോയിട്ട് വീഴല്ല, അവരിപ്പൊ തന്നെ വീണു കഴിഞ്ഞു. വലിയ ഒരു നന്മയെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള ഒരു യാത്രയാണത്, നുബുവത്തിന്റെ യാത്രയാണത്. അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുള്ള ഒരു യാത്രയാണത്. മലക്കുകളുടെ സഹായം വരുന്ന യാത്രയാണ്. ഹബീബിന്റെ സുഹ്ബത്തുണ്ടാവില്ലേ, ആ സുഹ്ബത്ത് ഭയങ്കരമായ സങ്കടമായി. ഭൂമി എനിക്ക് ചുരുങ്ങിയതുപോലെ, ഭയങ്കരമായ സങ്കടമായി. ഭൂമി എനിക്ക് ചുരുങ്ങിയതുപോലെ, ഞാൻ ഭൂമിയിൽ സങ്കുചിതമായതുപോലെ തോന്നി. ندمت ندامة لو أن نفسي ندمت ندامة لو أن نفسي تطاوعني إذا لقطعت خمسي. ചുറ്റുപാടും ഇരുളുമൂടാൻ തുടങ്ങി, കണ്ണുകൾ അടയാൻ തുടങ്ങി, മനസ്സ് ഇടുങ്ങാൻ തുടങ്ങി, പേടിയും ഭയവും വരാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് എന്നവരെ കുറിച്ച് ചോദിക്കുന്നത് തബൂക്കിലെത്തിയതിന് ശേഷമാണ്. അവിടെ എത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, മാ ഫഅല കഅബ്,
കഅബിന് എന്തേ പറ്റിയത്? കഅബ് എന്തേ വരാതിരുന്നത്? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തേ വരാതിരുന്നത്? അപ്പൊ ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാ വന്നദറു ഇലാ അച്ഫൈഹി. അസൂയക്കാരുണ്ടാവും ചിലപ്പോൾ. ഒരു പള്ളി കമ്മിറ്റി കൂടുമ്പോ ഒരു മെമ്പർ എന്തേ വരാഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പുണ്ടോ ഇങ്ങനത്തെ മറുപടി വരിക. ഒരാൾ പറഞ്ഞു, നബിയെ എന്ത് കാരണം? നല്ല സുഖല്ലേ, ഇഷ്ടം പോലെ മുതലുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല സുഖമുണ്ട്, അതും ആസ്വദിച്ചവിടെ ഇരിക്കുക മദീനയിൽ, അതെന്നെ വരാതിരുന്നത്, ഒരു കാരണമില്ല. അപ്പോഴാണ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മുആദ് എന്നവർ ആലിമാണ്, പണ്ഡിതനാണ്. ആലിമീങ്ങൾ ഈ ഗീബത്ത് പറയാൻ നിന്നൊടുക്കാൻ പാടില്ല. മനുഷ്യന്മാര് പറയും, ഗീബത്ത് ഇങ്ങനെ പറയും, ഓരോരുത്തരെ കുറ്റം പറയും. ഒരു ആലിം, സാധാരണക്കാർ വരെ കേട്ടു നിൽക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി ഒരാൾ ഒരു മോശം പറഞ്ഞാൽ അത് ശരിയല്ലടോ, ഇങ്ങനെയാണ് അദ്ദേഹം, ഇങ്ങനെയാണ് ആ സ്ത്രീ, ഇങ്ങനെയാണ് ആ സഹോദരൻ എന്ന് അവിടെ കഴിയുന്ന മുഴുവൻ ആളുകളും ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിച്ച് ചീന്തല്ല വേണ്ടത്, അഭിമാനം സംരക്ഷിക്കുക വേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ നബി തങ്ങൾക്ക് ഇഷ്ടമായി. തങ്ങൾ പറഞ്ഞു, നബിയേ എത്ര മോശമാണ് ഇദ്ദേഹം മഹാനായ കഅബ് എന്നവരെ കുറിച്ച് പറയുന്നത്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ. നബിയെ കഅബ് എന്നവർ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ, പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നബിയെ, അതെനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല അതെനിക്കറിയില്ല എന്നല്ലാതെ വീട്ടിൽ നിന്ന് സുഖിക്കുകയാണ് എന്ന് ഈ കൂട്ടുകാരൻ പറഞ്ഞത് ബിഅ്സമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞത് എത്ര മോശമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയരുതോ, അങ്ങനെ പറയാൻ പാടുണ്ടോ? മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിലെ ആലിം എന്ന് മാത്രമല്ല ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ മുഴുവൻ സയ്യിദാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മുആദ് തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ എത്രയോ സമയം മുമ്പ് മുആദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. നമ്മൾ പേടിക്കണം. ചില ആളുകളെ പറ്റി നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ നമ്മ ചെറുപ്പക്കാർ, ഇന്നലൊക്കെ ഭയങ്കര പടക്കം പൊട്ടലൊക്കെ ആയിരുന്നില്ലേ രാത്രി? ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പാട്. അർജന്റീന ജയിച്ചപ്പോ പൊട്ടിച്ചിന അല്ലേ? ആ ഉഷാറായി പൊട്ടിച്ചിന്ന്. സുബഹിസ്കരിച്ചീനാ? അൽഹംദുലില്ലാ. ഇശാവോ? ഉറപ്പില്ല. നിസ്കാരം, അല്ലാഹു അവന്റെ റസൂലും ഖുർആനും ഇത് കഴിച്ചിട്ടേ ബാക്കി എല്ലാത്തിനും ഓഹരിച്ചു കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. ബാക്കി ഏത് വിഷയമാണെങ്കിലും. അപ്പൊ അതൊരു പുണ്യകാര്യമാണെന്ന് പറയാനല്ല ഞാനീ പറയണത്, നല്ല കാര്യമൊന്നുമല്ല. വെറുതെ സമയങ്ങളിൽ നാളെ അള്ളാഹു ചോദിക്കും, എന്തിനിന്റെ രാത്രി നീ ഉറക്കൊഴിച്ചു? അപ്പം മറുപടി പറഞ്ഞാൽ മതി. ഉറക്കൊഴിച്ചിരുന്നവരൊക്കെ അപ്പോൾ പറഞ്ഞാൽ മതി, അള്ളാഹിന്റെ മുമ്പിൽ കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ പറയാം, ഇത് നല്ല കാര്യം അമല് സോലിഹാത്ത് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്, നല്ലൊരു അമല് സോലിഹാത്തല്ലേ, അതിനു വേണ്ടി പൊട്ടിച്ച വെടിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. ഓവറാവണം, ഭയങ്കര ഓവറാണ്. അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട എന്ന് പറയണേ. നമ്മുടെ കുട്ടികളെ ഞാൻ പറയാൻ പോകുന്നതാ, ഇങ്ങനെയൊക്കെ സ്പോർട്സിന്റെ പ്രാന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല മക്കളുണ്ടാവും അതിലൊക്കെ. നിസ്കാരം ഖളാ ആക്കാത്ത കുട്ടികൾ ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ കാണും. നല്ല ചെത്തിപ്പൊളിച്ച് നടക്കുന്നവരായിരിക്കും കാഴ്ചയിൽ. പക്ഷേ രാത്രിയായാൽ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന, ചെയ്ത തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്ന, മഹാന്മാരെ സിയാറത്ത് ചെയ്ത് അവിടങ്ങളിൽ ചെന്ന് ദുആ ചെയ്യുന്ന, നമ്മുടെ മസ്ജിദുകളിൽ ജമാഅത്തിനെത്തുന്ന നല്ല ഒരു വലിയ ചെറുപ്പക്കാർ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നതൊരു സത്യമാണ്. നമ്മളവരെ കാണുമ്പോൾ വിചാരിക്കും അവരൊക്കെ ചെത്തിപ്പൊളി അടിച്ചുപൊളി ടീമായിരിക്കും, പക്ഷെ നമ്മളെക്കാളും കൽബിൽ അവർക്ക് ഈമാൻ ഉണ്ടാവും. അപ്പോൾ വേഷവിധാനം നോക്കിയിട്ടൊന്നും ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ മഹാന്മാരൊക്കെ പറയും, ചിലപ്പോൾ നമ്മൾ എങ്ങാനും സ്വർഗത്തിലേക്ക് എങ്ങാനും എത്തിപ്പെട്ടാൽ അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിച്ചു തരട്ടെ. അവിടെ എത്തിച്ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അടിച്ചുപൊളി ടീമാണ്, ഇവരൊന്നും സ്വർഗത്തേക്ക് എത്തൂല എന്ന് വിചാരിച്ചവരെ അവിടെ എത്തിയിട്ടുണ്ടാവും നമ്മൾ എത്തുന്നതിൻ്റെ 5000 കൊല്ലം മുമ്പ്. അതുപോലെ ചോദിക്കും, മൂലേരെ നിങ്ങളിപ്പോൾ വരുന്നുള്ളൂ, ഞങ്ങളൊക്കെ എത്തിയിട്ട് 5000 കൊല്ലം കഴിഞ്ഞ് ഇവിടെ. യാ അല്ലാഹ്, പേടിയായി പോവാണ്.
ചില ആളുകൾ നമുക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടാവും, കയറിയിരുന്നിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് വരികയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ ആദ്യമേ എത്തിയിട്ടുണ്ടാവും, അവർ വർഷങ്ങളായിട്ടുണ്ടാവും. അപ്പോഴേക്കാരാണ് നമ്മളിങ്ങനെ കയറിച്ചെല്ലുണ്ടാവുക. എന്നാലും തരക്കേടില്ലായിരുന്നു. അള്ളാഹു നമ്മളോട് എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യസ്ബിഖുൽ ഉലമാ, ആലിമീങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് വരുന്നതിൻ്റെ എത്രയോ വർഷം മുമ്പ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ പ്രത്യേകത അതാ. ആലിമീങ്ങളൊക്കെ വരുന്നുമ്പോൾ ആലിമീങ്ങളൊക്കെ അല്ല ഇമ്മത്തുൽ മുജ്തഹിദീൻ മുതൽ അങ്ങോട്ട് ആലോചിക്കും. അതിന് മുമ്പുള്ള സ്വഹാബികളിൽ പെട്ട ആലിമീങ്ങൾ ആരൊക്കെ ഉണ്ട്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സ്വഹാബികളിലെ ആലിമീങ്ങളാണ്, വലിയ വലിയ മഹാന്മാരാണ്. അതിൽപ്പെട്ട മുസ്തജാബു ദഅവകളുണ്ട്. സഅദ് ഇബ്നു മുആദ് എന്നവർ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ബറാഉ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ചോദിച്ച അപ്പോൾ ഉത്തരമിറങ്ങും. അങ്ങനത്തെ മഹാന്മാരായ സ്വഹാബിമാരാ. ഇവരുടെയൊക്കെ മുമ്പ് മുആദ് ഇബ്നു ജബൽ എന്നവർ സ്വർഗത്തിലുണ്ടാകുമെന്നാണ് ഹബീബിന്റെ ഹദീസിന്റെ അർത്ഥം. 34 വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. 34 വയസ്സുണ്ടായിട്ടുള്ളൂ. 100ഉം 200ഉം വയസ്സാർക്കെങ്കിലുമുള്ള ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും വയസ്സുള്ള ആലിമീങ്ങളും ഈ 34 വയസ്സുള്ള ആലിമായ മുആദ് തങ്ങളുടെ പിറകിലേ വരൂ. അവരുടെയൊക്കെ നേതാ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന ബിറത്വതി ഹജറിൻ. അവരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് തങ്ങളാണ് എഴുന്നേറ്റ് പറഞ്ഞത്, നബിയേ, അയാൾ പറഞ്ഞത് എത്ര മോശമാണ്. കഅബ എന്നവരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ. മുആദ് റളിയല്ലാഹു അൻഹു ആ ചെയ്തതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനം ദീക്ഷിച്ചുകൊണ്ട് പ്രശംസിച്ചു എന്നാണ്. ഫസകത സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവരുടെ വാക്കാണ് നബി തങ്ങൾ സ്വീകരിച്ചത്. ഒരാൾ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ അവരെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ല. അങ്ങനെ കുറ്റം പറയുമ്പോൾ അയാളുടെ നന്മ അവിടെ അറിയുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റ് പറയണം. ഒരാളെ കുറ്റം പറയാൻ വിടരുത്. ആരാ കുറ്റങ്ങളില്ലാത്തവരെ? ആരപ്പോൾ കുറ്റം കുറവില്ലാത്തവർ? നമുക്കൊക്കെ എന്തെല്ലാം കുറ്റം കുറവുണ്ടാവും. അള്ളാഹു മറച്ചു വെക്കണോണ്ടല്ലേ, അള്ളാഹു മറച്ചു പിടിക്കുന്നോണ്ടല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, മുഅ്മിനായ മനുഷ്യൻ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർളുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. എങ്ങനെ ഹറാം? ആ മുസ്ലിമായ മനുഷ്യന്റെ ദം, അയാളുടെ രക്തം, അയാളുടെ സമ്പത്ത്, അയാളുടെ അഭിമാനം, ആണായാലും പെണ്ണായാലും ഇത് മറ്റൊരു മുസ്ലിമിനെ തൊടുന്നത് അനുവദനീയമല്ല, ഹറാമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം മറ്റൊരാൾക്കിടെ മേൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ അഭിമാനം തൊടാൻ പാടില്ല. കള്ള് ഹറാമെന്ന് പറഞ്ഞാൽ എന്താ? തൊടരുത്. മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം കേടുവരുന്ന ഒന്നും ഒരാൾക്കും വരുത്തി വെക്കരുത്. അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും കമന്റ് അടിച്ചാലും മുഅ്മിനായ ഒരു മനുഷ്യനെ പറ്റി മോശപ്പെട്ടത് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയണം. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ നിർബന്ധമല്ലേ തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർളുഹു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ്. മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു വജ്ഹഹു അനിൻ നാരി യൗമൽ ഖിയാമഹ്. സത്യവിശ്വാസിയായ ഒരു ആണിനെയോ പെണ്ണിനെയോ പറ്റി മോശപ്പെട്ടത് എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയോ, ഇന്നത്തെ സാഹചര്യം സോഷ്യൽ മീഡിയയിലാണ്. അങ്ങനെ കിട്ടുന്നതൊക്കെ ക്ലിപ്പുണ്ടാക്കി വിടുക, എന്താ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, അങ്ങനെ ജീവിക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന കുറേ സാധുക്കൾ മിസ്കീന്മാരായിരിക്കും പരലോകത്തേക്ക് എത്തുമ്പോൾ. മിസ്കീന്മാർ, അവരെ പറ്റി എത്രയേ നമുക്ക് പറയാനുള്ളൂ. മിസ്കീന്മാർ ആലിമീങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കൂടെ അവരൊക്കെ എന്ത് രഹസ്യമായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ക്ലിപ്പാക്കുക, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മിസ്കീനുൻ. അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ ഇത്തരം ആളുകൾക്കൊക്കെ, അള്ളാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. എത്ര വലിയ കുരുത്തക്കേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനക്കുറവ്, ഒരു മനുഷ്യനോടുള്ള ഇഹ്തിറാം രഹസ്യമായി ചെയ്യാതിരുന്നാൽ രഹസ്യമായി അള്ളാഹു അയാൾ അപമാനിക്കുന്നതാണ്. പരസ്യമായി ഇഹ്തിറാം ചെയ്യാതിരുന്നാൽ പരസ്യമായി അള്ളാഹു അപമാനിക്കും. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയട്ടെ, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി النار യൗമൽ ഖിയാമഹ്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ അഭിമാനം ആരെങ്കിലും സംരക്ഷിച്ചാൽ, അതിനെതിരെ ആരെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ മിണ്ടാതിരിക്കരുത്. ആലിമീങ്ങളുടെ, പ്രബോധകന്മാരുടെ, ഉലമാഇന്റെ, സാദാതീങ്ങളുടെ, സജ്ജനങ്ങളുടെ വിഷയങ്ങളിൽ നിർബന്ധമായും എല്ലാവരും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. അവരുടെ അഭിമാനത്തിന് കേടുവരാതിരിക്കാൻ.
അങ്ങനെ ചെയ്താൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ, നാളെ അവരുടെ മുഖങ്ങളിൽ നിന്ന് നരകത്തെ അല്ലാഹു മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയുന്ന ഒരു വാക്ക്, ഒരു തിരുത്ത്, ഒരു നല്ല വചനം, ഒരു നല്ല തിരുത്ത്, അത് കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴിയുണ്ടാകും. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ യുദ്ധം കഴിഞ്ഞു, മദീനയിലേക്ക് സ്വഹാബിമാർ വരാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്താറായി. ആ വിവരം എത്തിയപ്പോഴേക്കും മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയട്ടെ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരികയായി, ഞാൻ എങ്ങനെയാണ് ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്? എന്താ റബ്ബേ ഞാൻ പറയാ? കുറെ മുനാഫിക്കുകളുണ്ട്, അവർ നുണ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. നബിയെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്കൂളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ തലവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് പോരല്ലേ, നോക്കിയാൽ കാണാത്ത അസുഖല്ലേ, അപ്പോൾ ഉസ്താദ്മാര് അല്ലെങ്കിൽ ടീച്ചർമാർ പോയിക്കോ എന്ന് പറയും. കാരണം വല്ല വയറുവേദനയാക്കി വല്ല വൃത്തികേടും ആക്കിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞയക്കും. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, അത് നുണയാണ്. നുണ പറയേണ്ട സത്യസന്ധമായിട്ട് പറഞ്ഞു പോരാൻ കഴിയണം. അതിന് വരുന്നത് വരും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പോളിസി. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറ, സേ ദ ട്രൂത്ത് ഈവൻ ഇറ്റ് ഈസ് ബിറ്റർ. അത് കയ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ. ഇതാണ് ഒരു മുസ്ലിമിന്റെ നയം. അത് ഇച്ചിരി എളുപ്പമല്ല കേട്ടോ. ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പല നുണയും പറഞ്ഞിട്ടാക്കാനും പോരാ, ലീവ് ഉണ്ടാക്കാം. മരിച്ച വല്യമ്മ വീണ്ടും മരിക്കും, വല്യപ്പാക്ക് വീണ്ടും ICUലാവും, വല്യപ്പ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ കമ്പനി മാനേജർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് വന്നിട്ട് പിന്നെ വേറൊരു എക്സ്റ്റൻഷൻ. അങ്ങനെ നുണ പറഞ്ഞിട്ട് നിന്നാൽ അതൊന്നും ബർക്കത്തുണ്ടാവൂലേ. നുണ പറയണ്ട, സത്യം പറയും. സത്യം പറഞ്ഞാൽ കാര്യം നടക്കുമല്ലോ. ആ നടക്കുന്ന കാര്യം മതി. ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ പോളിസി. യാ അല്ലാഹ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് വരുമ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു പോകുന്നു. എല്ലാ ആളുകളോടും ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ പറയേണ്ടത്? അവരൊക്കെ പറഞ്ഞു, കഅബേ ഒരു ചെറിയ നുണങ്ങട് പറഞ്ഞേക്ക്. അപ്പൊ അതിന്റെ കുറ്റോ? അത് പിന്നെ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമല്ലോ. എല്ലാവർക്കും റബ്ബേ പുറത്തു കൊടുക്കണേ എന്ന് ഹബീബ് ദുആ ചെയ്യുമ്പോ ആ ദുആയിലായി നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും. ഒരു ചെറിയ നുണ പറഞ്ഞാൽ പോരെ. സത്യം പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും. കാരണം എല്ലാ കഴിവുമുണ്ടായിട്ട് ഉമ്മത്തിന്റെ ഒരു പൊതുവിഷയത്തിൽ എന്തുകൊണ്ട് സഹകരിച്ചില്ല? ഇതാണ് വിഷയം. ഇപ്പൊ മഹല്ലിന്റെ ഒരു വിഷയം, ആ മഹല്ലിന്റെ ഒരു വിഷയത്തിൽ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വന്നപ്പോ സഹകരിക്കാൻ കഴിഞ്ഞിരിക്കാതെ ചെയ്യാതിരുന്നാൽ അത് വലിയൊരു വീഴ്ചയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഅബ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് വരികയാണ്. ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് എത്തി എന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ എല്ലാ മോശപ്പെട്ട ചിന്തകളും ഞാൻ വലിച്ചെറിഞ്ഞു. നുണ പറയാന്നുള്ള ചിന്ത അതൊരിക്കലും ഞാൻ ചെയ്യൂല. വഅറഫ്തു അന്നീ ലൻ അഖ്റുജ മിൻഹു അബദൻ ബിശൈഇൻ ഫീഹി കദിബ്. നുണയുമായി കലർന്ന ഒരു ഉപാധി പറഞ്ഞാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം അല്ലാഹുവിന്റെ ഹബീബിന് സത്യസന്ധമായ വിവരം അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചു കൊടുക്കും. ഞാൻ നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? തങ്ങൾക്കത് അറിയാൻ പറ്റും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് അറിയാൻ പറ്റുമല്ലോ, പിന്നെ എന്തിനാ ഞാൻ നുണ പറയുന്നത്? നബി തങ്ങൾ വന്നു വിശുദ്ധമായ പള്ളിയിലേക്ക്. മുനാഫിക്കീങ്ങൾ ഇങ്ങനെ കയറി വന്നു, ഓരോരുത്തരും നുണ പറഞ്ഞിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. എന്തേ വരാതിരുത്? അപ്പൊ കാരണം ബോധിപ്പിക്കണം. അപ്പൊ നബിയെ വയറുവേദനയായിരുന്നു, അസുഖമായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഓരോരുത്തരും നുണ പറഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴം വന്നു. മാ ഖല്ലഫക യാ കഅബ്. കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഖം പറയുന്നു. ഞാൻ നബി തങ്ങളോട് സലാം പറഞ്ഞപ്പോൾ തബസ്സമ തബസ്സുമൽ മുഗ്ളബ്, ദേഷ്യം പിടിച്ച ഒരാൾ പുഞ്ചിരിക്കുന്ന പോലെ, ദേഷ്യം പിടിച്ച ഒരു പുഞ്ചിരി അത് നബി തങ്ങളിൽ നിന്ന് ഞാൻ കണ്ടു. എന്നോട് ചോദിച്ചു, കഅബേ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അലം തകുൻ കദിബ്തഅത ളുഹറക, നിങ്ങൾക്ക് പോകാനുള്ള വാഹനം നിങ്ങൾ ഒരുക്കി സജ്ജമാക്കിയിരുന്നില്ലേ, വാങ്ങിയിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? ഇതിന് കഅബ് തങ്ങൾ കൊടുത്ത മറുപടി ശരിക്കും ശ്രദ്ധിക്കണേ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയ,
നബിയെ, നിങ്ങളല്ലാത്ത ഈ ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ അങ്ങയുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഇരിക്കുന്നത് ഹബീബിന്റെ മുമ്പിലാണ്. വല്ലാഹി ലഖദ് ഉഅ്തീതു ജദലാ, തർക്കിച്ച് വാപ്പയറ്റുകൊണ്ട് ജയിക്കാൻ എനിക്ക് കഴിയും നബി, അങ്ങേക്കറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ തർക്കിച്ച് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും, നിങ്ങളുടെ മുമ്പിലല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഞാൻ ലാകിന്നനി വല്ലാഹി ലഖദ് അലിംതു ലഇൻ ഹദ്ദസ്തുക അൽയൗമ ഹദീസ കദിബിൻ തർലാ ബിഹി അന്നി ലയുശകന്ന അല്ലാഹു അൻ യുസ്ഖിതക അലൈ. അങ്ങയെ തൃപ്തിപ്പെടുത്തി അങ്ങയുടെ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ, അല്ലാഹു സത്യസന്ധത അറിയുന്നവനാണ്, സത്യമറിയുന്നവനാണ്. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എന്നെക്കുറിച്ച് ദേഷ്യം അല്ലാഹു അങ്ങയുടെ ഹൃദയത്തിൽ വെച്ചു തരികയും എനിക്കെന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാകുമെന്ന് എനിക്കറിയാം നബിയേ. അതുകൊണ്ട് നബിയേ, ഞാൻ അങ്ങയോട് നുണ പറയുന്നില്ല. വലഇൻ ഹദ്ദസ്തുക ഹദീസ സുദ്ഖിൻ, ഞാൻ പറയാൻ പോകുന്ന സത്യം അങ്ങയോട് ഞാൻ പറഞ്ഞാൽ, തജിദു അലയ്യ ഫീ, ആ വിഷയത്തിൽ അങ്ങേക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കും. പക്ഷേ ഇന്നി ലഅർജു ഫീഹി അഫ്വല്ലാഹ്, ഞാൻ ആ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി അള്ളാഹു എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്കറിയാം നബിയെ. ഇപ്പോൾ അങ്ങേക്ക് എന്നോട് ദേഷ്യം തോന്നും, ഞാൻ ഇനി സത്യമാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഞാൻ ആ സത്യം പറഞ്ഞാൽ എന്താ, എനിക്ക് പറ്റിപ്പോയ തെറ്റല്ലാഹു മാപ്പ് തരുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ സത്യം പറയുകയാണ് നബിയേ. എന്നിട്ട് പറയാൻ പോവാൻ, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ തിരുദൂതരെ, മാ കാന ലീ മിൻ ഉദ്രിൻ, ഒരു ന്യായവും ഒരു ഉപേക്ഷയും ഒരു എക്സ്ക്യൂസും എനിക്ക് പറയാനില്ല നബിയേ. വല്ലാഹി മാ കുൻതു അഖ്വാ വലാ ഐസർ മിന്നീ ഹീന തഖല്ലഫ്തു അൻക, അങ്ങയുടെ സൈന്യവുമായി കൂടിച്ചേരാതെ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാതെ ഞാൻ മദീനയിൽ ബാക്കിയായപ്പോൾ എനിക്ക് വാഹനമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു നബിയെ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, ഇച്ചിരി കൂടെ കഴിയട്ടെ, വെയിലൊന്ന് ചൂടാറട്ടെ, അശ്റൊന്ന് നിസ്കരിക്കട്ടെ, അങ്ങനെ പറഞ്ഞ് സമയം വൈകിപ്പോയി നബിയെ, വേറെ ഒരു കാരണവുമില്ല എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ്? അമ്മാ ഹാദാ ഫഖദ് സ്വദഖ്, ഇദ്ദേഹം പറഞ്ഞത്, കഅബ് പറഞ്ഞത് സത്യമാണ്. ഖും ഹത്താ യഖ്ളിയല്ലാഹു ഫീക്, എഴുന്നേൽക്ക് കഅബേ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു ഒരു തീരുമാനമിറക്കട്ടെ. ഞാനിപ്പോ ഒന്നും തീരുമാനം പറയുന്നില്ല. നിങ്ങളൊരു മുഅ്മിനാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ ഉപേക്ഷ വരുത്തരുതായിരുന്നു, ഇങ്ങനെ ആലസ്യം കാണിക്കരുതായിരുന്നു, ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീട് ചെയ്യാം എന്ന തസ്വീഫ്, പ്രൊക്കാസ്റ്റിനേഷൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനമെടുക്കട്ടെ. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ വീട്ടുകാർ ബനൂ സലമക്കാർ എൻ്റെ പിന്നാലെ കൂടെ പറഞ്ഞു, കഅബേ, ഇത്ര വലിയൊരു അബദ്ധം നീ ചെയ്തല്ലേ, നീ എന്തിന് സത്യം പറഞ്ഞു? നീ ആ പറഞ്ഞതിന്റെ പേരിൽ ഇനി എന്താണ് നടപടി എടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? എനിക്കറിയില്ല. നീ എന്ത് മണ്ടനാണ് കഅബേ, ആ മുനാഫിക്കീങ്ങളൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഇറങ്ങിക്കൂടായിരുന്നോ? പിന്നീട് ആ തെറ്റിന് അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരില്ലേ? എന്തിന് നിങ്ങൾ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവരുടെ പിന്നാലെ കൂടി ഞാൻ തിരിച്ചുപോയി നബിയോട് കളവ് പറയണോ എന്ന് തോന്നിപ്പിക്കുമാർ അവരെന്റെ പിന്നാലെ കൂടി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഇനി ഞാൻ പിന്മാറുന്നില്ല. ആ സത്യം വിജയിക്കും, സത്യമേ ജയിക്കൂ. അതുകൊണ്ട് ഞാൻ ഹബീബിനോട് നുണ പറയില്ല എന്ന് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ 50 ദിവസം, നമ്മൾ 50ാം വാർഷിക ആഘോഷിക്കണം, 50 വർഷം, 50 ദിവസം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടാൻ പാടില്ല എന്ന്, സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവുണ്ടായി. ബോയ്കോട്ട്. 3 പേരും, ഹിലാൽ ഇബ്നു ഉമയ്യയും മുറാറത്ത് ഇബ്നു റബീഅ, മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും 3 സ്വഹാബിമാരും സത്യം പറഞ്ഞു. അവരുടെ മേൽ നടപടിയെടുത്തു. അള്ളാഹുവിന്റെ റസൂലാണ് അവിടുത്തെ അധികാരി.
തങ്ങൾ പറഞ്ഞു, ഇവർ 3 പേരോടും അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ നിങ്ങളാരും മിണ്ടാൻ പാടില്ല. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെല്ലും. ആ മഹല്ലിലെ വലിയ മുതലാളിയാണ് കഅബ് റളിയല്ലാഹു അൻഹു. അത് ആലോചിക്കണം. ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളായിരുന്നു. പക്ഷെ നബി തങ്ങളൊരു തീരുമാനമെടുത്തു. അത് ഉമ്മത്തിന്റെ തീരുമാനമാണ്. സ്വഹാബിമാർ മുഴുവൻ അത് ഏറ്റെടുത്തു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ചെല്ലും. അവിടെ ഹബീബ് ഇരിക്കുന്നുണ്ട് മദീനത്തെ പള്ളിയിൽ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഞാൻ ഹബീബിനോട് സലാം പറയുമ്പോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ നോക്കും, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ സലാമിന് മറുപടി പറയുന്നുണ്ടോ, ചുണ്ടുകൾ അനങ്ങുന്നുണ്ടോ എന്നിങ്ങനെ നോക്കും. എന്നിട്ട് ഹബീബിന്റെ അരികത്ത് പോയി നിൽക്കും നിസ്കരിക്കാൻ, തൊട്ട് പിന്നിൽ. എന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടം കണ്ണിട്ട് നോക്കും. എന്നെ നോക്കുന്നുണ്ടോ നബി, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കണ്ണു തിരിച്ചാൽ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, ചുണ്ടുകൾ അനങ്ങുന്നില്ല. മദീനയുടെ അങ്ങാടിയിലൂടെ ഞാൻ നടക്കുമ്പോൾ പലരോടും അസ്സലാമു അലൈക്കും എന്ന് പറയും. തബൂക്കിൽ പോയി തിരിച്ചു വന്ന സ്വഹാബിമാർ ആരും എന്നോട് സലാം പറയുന്നില്ല, ആരും സലാം പറയുന്നില്ല. യാ അല്ലാഹ്. അങ്ങനെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, എൻ്റെ എളാപ്പയുടെ മകനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എൻ്റെ ഉറ്റ കൂട്ടുകാരനാണ്, സ്വഹാബിയാണ്. അബൂ ഖതാദയുടെ തോട്ടമുണ്ട് തൊട്ടരികത്ത്. ഞാൻ ആ മതിൽ ചാടി, അബൂ ഖതാദ എന്തൊക്കെയാ വിശേഷം, അസ്സലാമു അലൈക്കും. ഒരു മറുപടിയില്ല. അദ്ദേഹം മുഖം തിരിച്ചു. എനിക്ക് വേദനയായി. ഞാൻ ചോദിച്ചു, നശത്തുകല്ലാഹ് ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂല, എനിക്ക് അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമാണെന്ന് അബൂ ഖതാദ നിങ്ങൾക്കറിയില്ലയോ? നിങ്ങൾ എന്താ എൻ്റെ സലാം അടക്കാത്തത്? ഒന്നും മിണ്ടിയില്ല, മറുപടി. വീണ്ടും ചോദിച്ചു, അള്ളാഹനെ വിചാരിച്ച് പറയ്, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, അള്ളാഹുവിനോടും റസൂലിനോടും എനിക്ക് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് മൂന്നാമതും ചോദിച്ചപ്പോ എൻ്റെ ഉറ്റ കൂട്ടുകാരൻ അബൂ ഖതാദ തന്ന മറുപടി, നിങ്ങളുടെ ഖൽബിൽ സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹു റസൂലുഹു ആലം, എനിക്കറിയൂല. ഭയങ്കര വേദനയായി. നാട്ടിൽ ഇപ്പോൾ ഒരാളോട് ഉണ്ടാടായി പോയി എന്തായിരിക്കും അവസ്ഥ? വാട്സപ്പിന്ന് പുറത്താക്കിയാൽ തന്നെ നമ്മൾ സങ്കടമായിട്ട് ഉറങ്ങൂല ചിലർ. ഇപ്പൊ അങ്ങനെയാണ്. വാട്സപ്പ് നിന്ന് ലെഫ്റ്റാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. ചിലപ്പോൾ കയ്യെട്ടിപ്പോയതാ, കാരണം ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക കുഴപ്പമായിരിക്കും. ചിലർ വാട്സപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവല, അതൊക്കെ ഭയങ്കര വാക്കൗട്ടാണ്. പാർലമെന്റിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടും വലിയ വിഷയമാണ് ഇപ്പം അതൊക്കെ. അപ്പോൾ ഒരു നാട്ടുകാർ മുഴുവൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട്, ഹിലാൽ എന്നവരോട്, മുറാറ എന്നവരോട് 50 ദിവസം മിണ്ടാതിരുന്ന വിഷയമാണിത്. എന്തേ കാരണം എന്നറിയോ? ഉമ്മത്തിന്റെ പൊതുവിഷയത്തിൽ കൂടെ നിന്നില്ല എന്നതാണ് വിഷയം. ഇതൊരു ഉമ്മത്തിന്റെ പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയിൽ എന്തുകൊണ്ട് കൂടെ നിന്നില്ല? മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഫാലത ഐനായി, ദീനിന് അത്രമേൽ സേവനം ചെയ്ത ഞാൻ, ഒരുപാട് സംഭാവന ചെയ്ത ഞാൻ, അള്ളാഹുവിനെയും റസൂലിനെയും ഖൽബ് കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അള്ളാഹ്ക്കറിയാം നിനക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന്. ഇതെന്റെ കൂട്ടുകാരൻ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വന്നു. ഞാൻ ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ മുഖം കുത്തി വീഴാറായി, തല കറങ്ങാൻ. എൻ്റെ ഭാര്യയും ഞാനും ആ വിഷമം അനുഭവിച്ചു. ഭാര്യയോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഭാര്യയോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവളുടെ വീട്ടിലേക്ക് അവൾ പോവാണ്. ഞാൻ ഒറ്റക്കായി വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഞാൻ തനിച്ചാണ്. എൻ്റെ ഭാര്യയോട് പോലും എന്നോട് മിണ്ടരുതെന്നോ എൻ്റെ കൂടെ ശയിക്കരുതെന്നോ നിർദ്ദേശമുണ്ട്. ആകെ ഒറ്റപ്പെട്ടു, ഒറ്റക്കായി. 50 ദിവസം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അപ്പോഴാണ് മദീനയുടെ അങ്ങാടികളിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു തപാലുകാരൻ, ഒരു പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വരുന്നു. നിങ്ങളായിരുന്നു ആ പോസ്റ്റ്മാൻ? അല്ലല്ല, നമ്മൾ തപാൽ എന്ന് പറഞ്ഞ നേരത്തെ തന്നെയാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ ഈ വന്നത് നമ്മുടെ ഈ ചേലോറ വില്ല പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ സ്ക്വയർ ഫീറ്റ് ഒന്നിന് 2200 അല്ലേ പറഞ്ഞേ? 2200 അല്ലേ ഒരു സ്ക്വയർ ഫീറ്റിന് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന ചെയ്യണം. അതിൻ്റെ ഒരു സ്ലിപ്പ് നമ്മുടെ സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളത് പേരും മൊബൈൽ നമ്പറും നിങ്ങൾക്ക് പറ്റുന്ന സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത് നിങ്ങളൊന്ന് ഇവിടെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു വിജയിപ്പിക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ കത്തിലുണ്ടായ വിഷയം ചോലോറ വില്ല പദ്ധതി ആയിരുന്നില്ല. ഗസ്സാൻ രാജാവിൻ്റെ കത്താ വന്നത്.
ഗസാസിന എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന വലിയ രാജകുടുംബമാണ്. വലിയ രാജാക്കന്മാരാണ്. ഒരുപാട് സായുധ സജ്ജരായ പട്ടാളക്കാരുള്ള ആളാണ്. അപ്പം മദീനയുടെ അങ്ങാടിയിൽ ഒരു മനുഷ്യൻ പോസ്റ്റുമായി ഒരു കത്തും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ആരാ? കഅബ് ബിൻ മാലിക്. ദുല്ലനി അലാ കഅബ് ബിൻ മാലിക്. കഅബ് ബിൻ മാലിക് എവിടെ? ആർക്കാ അറിയാം? ആരാ കഅബ് ബിൻ മാലിക്? അപ്പൊ ആരെ പറഞ്ഞെടുത്തു? ആ പോകുന്ന മുപ്പരാന്ന് പറഞ്ഞു. അപ്പോ കഅബ് ബിൻ മാലിക് തങ്ങളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഒരു കത്ത് തന്നു. ആ കത്ത് ഞാൻ തുറന്നു നോക്കി. നോക്കുമ്പോ ആരയച്ച കത്താന്നറിയോ? മിൻ മലിക് ഗസ്സാൻ. ഗസ്സാൻ രാജാവാണ് അയച്ചിട്ടുള്ളത് കത്ത്. മന്ത്രിയല്ല, PA അല്ല, രാജാവ്. എന്താ കത്തിലുള്ളതെന്നറിയോ? ഇത് ഭയങ്കര ഫിത്നയാണ്. എന്താണ് എഴുതിയത്? അമ്മാ ബഅദ്. ഹംദു സലാത്ത് ഒന്നും എഴുതൂല, മുമ്പ് ക്രിസ്ത്യാനിയാണ് അന്നത്തെ. അമ്മാ ബഅദ് ഖദ് ബലഗനി അന്ന സാഹിബക് ഖദ് ജഫാക്. എനിക്കറിയാൻ പറ്റി നിന്റെ കൂട്ടുകാരൻ നിന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്ന്. അതാരാ കൂട്ടുകാരൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മുതലാളിനെ ചാക്കിലിടാനാ പോയി വന്നത്. കഅബ് ബിൻ മാലിക് എന്ന വലിയ പൈസക്കാരനാണ്. അപ്പോ അദ്ദേഹം വന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പിണങ്ങി എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. വലം യജ്അലക അല്ലാഹു ബിദാരി ഹവാൻ വമദിഅ ഫൽഹഖ് ബിനാ നുവാസിക്. നിങ്ങൾ എന്തിനാണ് മനസ്സ് പൊട്ടി ആരും സലാം പറയാതെ ആരും മിണ്ടാതെ എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെട്ട് എന്തിനിവിടെ നിൽക്കണം? ഗസാസനയുടെ നാട്ടിലേക്ക് വാ. നിവാസിക്, നിങ്ങൾക്ക് വേണ്ട കച്ചവടവും ബിസിനസ്സും വീടും കൊട്ടാരവും ഞാൻ തരാം. ഞങ്ങളുടെ നാട്ടിലേക്ക് പോര് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിട്ടു പോര്, ഞങ്ങൾ നിനക്ക് പൈസ തരാം. ഒരു കമ്മിറ്റിന്ന് പുറത്താക്കി നിൽക്കുക. അടുത്തൊരു കമ്മിറ്റിയെ ചാക്കലിടൂലേ? വേറെ ടീം രാഷ്ട്രീയക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും ഓല് കൊണ്ടുപോയിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും ആക്കും. പറയുമ്പോൾ ആ പാർട്ടിയിൽ ഒരാഴ്ച പോലും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. ഇവിടുന്ന് പുറത്താക്കിയൊരു നേതാവാണ്, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് നേതാവാകാൻ പറ്റും. അങ്ങനെയാണല്ലോ നടക്കുന്നത്. ഗസാസിന രാജാവിന്റെ ഈ ഒരു കത്ത് കിട്ടിയപ്പോൾ കഅബ് തങ്ങൾ എന്ത് ചെയ്തു? കാരണം ഒരു വിഷയത്തിൽ ഒരു അച്ചടക്ക നടപടി നേരിടുമ്പോൾ ഒരുപാട് ഫിത്നകൾ വരും. പലരും പലതും പറഞ്ഞുണ്ടാക്കും, പല ഇടങ്ങേറാക്കും, പല നിലക്കും പലതരത്തിലുള്ള വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കും, പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിക്കും ചിലവര്. അങ്ങനെയാണ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കത്തിനുള്ളിൽ ഞാൻ നോക്കുമ്പോൾ ഖദ് ബലഗനി അന്ന സാഹിബക ഖദ് ജഫാക് വലം യജ്അലക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മദിഅ ഫൽഹഖ് ബിനാ നുവാസിക്. രണ്ട് വരിയേ കത്തുള്ളൂ. നിന്റെ കൂട്ടുകാരൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്നും അവരൊക്കെ നിങ്ങളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയാൻ പറ്റി. അപ്പൊ കാരണം എന്താ? കഅബ് ബിൻ മാലിക് എന്നൊരു വലിയ പ്രമാണിയാണ്, അവിടുത്തെ മുതലാളിയാണ് മദീനയിലെ. അങ്ങനത്തെ ഒരാളെ മഹല്ല് പുറത്താക്കി എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത നാട്ടുകാരൊക്കെ അറിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരും, നിങ്ങൾക്ക് നാടും മഹല്ല് പ്രസിഡന്റ് നിങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടാക്കും. അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? ഞാൻ ആ കത്തെടുത്ത് നേരെ വീട്ടിൽ ചെന്നിട്ട് അടുപ്പിലങ്ങോട്ട് തീ കത്തിച്ചു. ആ തീയിലേക്ക് സജർച്ചുഹാ, ഞാൻ ആ കത്ത് തീയിലിട്ട് ഇങ്ങോട്ട് കരിച്ചു കളഞ്ഞു. കാണാൻ പോലും കൂട്ടാക്കിയില്ല, മറുപടിയും അയച്ചില്ല. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നു, ഇത് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്. അവിടെ ഒരു ഫിത്ന വരുമായിരുന്നു. കുറച്ചു നേരം ഒരൽപ്പം ഈമാൻ കുറവുള്ള ആളാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കും, സ്ഥാനമോഹിയാണെങ്കിൽ അങ്ങോട്ട് പോയി പോകും. പക്ഷേ പോയില്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രാജാധികാരം, അധികാരം, കൊട്ടാരം, ബിസിനസ് എല്ലാം തരാമെന്ന് അറേബ്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് വിളിയാളം വന്നപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു തീയിൽ കൊണ്ടുപോയിട്ടു. അത് കാരണം എൻ്റെ ഈമാൻ അത് എൻ്റെ വിഷയമാണ്. എന്നെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബിമാരും ബഹിഷ്കരിച്ചാൽ തന്നെയും ഞാൻ മുഅ്മിനാണെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ആരുടെയും പ്രലോഭനത്തിന് വഴങ്ങില്ല, പ്രകോപനത്തിന് വഴങ്ങില്ല എന്ന് കഅബ് റളിയല്ലാഹു തആല അൻഹു. വല്ലാത്തൊരു ഈമാനാണത്. ജബലത്തുൽ ഐഹമിന്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തവാഫ് ചെയ്യുമ്പോൾ അയാളുടെ കുപ്പായത്തിൽ ചവിട്ടിയതാ പ്രശ്നം. ജബലത്തുൽ ഐഹം വലിയൊരു രാജാവായിരുന്നു, മലിക്കുൽ ബഹ്റൈൻ, അതായത് ഗസാസിനയുടെ തൊട്ടപ്പുറത്ത്. അന്ന് ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യയിലെ ദമാമിൻ്റെ ഒക്കെ പരിസര പ്രദേശങ്ങളാണ്. ഇന്നത്തെ ബഹ്റൈൻ അല്ല, ഇന്ന് കാണുന്ന ബഹ്റൈൻ അല്ല, ചരിത്രത്തിൽ കാണുന്ന ബഹ്റൈൻ സൗദി അറേബ്യയുടെ ഭാഗമാണ്. അങ്ങ് നോർത്ത് പടിഞ്ഞാറൻ ഭാഗമാണ് മലിക്കുൽ ബഹ്റൈൻ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വന്നു.
500 കുതിരകൾക്ക് നെറ്റിപ്പട്ടം കെട്ടിക്കൊടുത്ത് സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അണിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളായിരുന്നു ജബല ഇബ്നു ഐഹം എന്ന് പറയുന്ന രാജാവ്. വലിയ ആവേശത്തിലാണ് വന്നത്. അതേപോലെ തിരിച്ചു പോവുകയും ചെയ്തു ഇസ്ലാമിൽ നിന്ന്. എന്തേ കാരണം എന്നറിയോ? തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹജ്ജിന് വന്നതാ. അപ്പൊ ആ ആരവമാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിഞ്ഞ് അദ്ദേഹം ഇസ്ലാമിലേക്കൊക്കെ വന്നതാണ്, മുസ്ലിമായി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാണ്ട് സ്വീകരിച്ചു. നബി തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ ഖലീഫ, സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം. ആ സമയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള വസ്ത്രം, രാജാക്കന്മാർ ഇന്നലെ മെസ്സി കാണിച്ചു കൊടുത്തില്ലേ ഷെയ്ഖ് തമീം അവറുകൾ, കുപ്പായം, അറബി കുപ്പായം. ആ കുപ്പായം രാജാക്കന്മാർ അണിയുന്ന അലങ്കാര വസ്ത്രമാണ്. അപ്പൊ അത് ഇച്ചിരി നിലത്തുകൂടെ അഴിയും. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരു അറാബിയായ ഒരു സാധു അയാളുടെ കുപ്പായത്തെ ചവിട്ടി, ഈ നീളം കുപ്പായത്തെ ചവിട്ടിപ്പോയി. അയാൾക്ക് ദേഷ്യം വന്നു, ഒരൊറ്റ അടി കൊടുത്തു ആ പാവമായ സ്വഹാബിന്റെ മുഖത്ത്. മൂക്കിനും അടി കൊണ്ടു, മുഖത്തും കൊണ്ടു, മൂക്കിന് ചോര വന്നു. നേരെ കോർട്ടിലേക്ക്. ആരാണ് കോർട്ട്? അവിടുത്തെ ജഡ്ജ് ആരെന്നറിയോ? കോർട്ടും ജഡ്ജിയും ഒന്ന് തന്നെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ കോടതിയിലേക്കാണ് വിഷയം എത്തുന്നത്. അമീറുൽ മുഅ്മിനീൻ ലതമനി ജബലത്ത് ഇബ്നു ഐഹം എന്ന രാജാവ് എന്റെ മുഖത്തടിച്ചു. അമീറുൽ മുഅ്മിനീൻ, ചോരയാണ് ഈ കാണുന്നത്. എന്തു പറ്റി? നീ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. തവാഫ് ചെയ്യുന്ന ഇടയിൽ, തിരക്കിനിടയിൽ അയാളുടെ കുപ്പായത്തിൽ ഞാൻ അറിയാതെ ചവിട്ടിപ്പോയതാണ്, അയാളുടെ നീളം കുപ്പായത്തിൽ. അയാളെന്നെ അടിച്ചു. തവാഫം കഴിഞ്ഞ് ഉമർ തങ്ങൾ വിളിപ്പിക്കുകയാണ് രാജാവിനെ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക്. നീതി നീങ്ങുന്ന ലോകം, നീതി നിറഞ്ഞ പുണ്യനബി എന്നൊരു പ്രമേയമുണ്ടായിരുന്നു അല്ലെ? SKSFന്റെ ഒരു പ്രമേയം റബീഉൽ അവ്വലിൽ. നാട്ടിലുണ്ടായിട്ടില്ലേ? ഗൾഫിൽ മാത്രമേ ഉള്ളൂ? നാട്ടിലുണ്ടായിരുന്നോ? നീതിയുടെ പാഠം പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു. ജബലത്ത് ഇബ്നു ഐഹം ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വന്നു. നിങ്ങൾ ഇയാൾ അടിച്ചോ എന്ന് ചോദിച്ചു. അടിച്ചു. എന്തിനടിച്ചു? എന്റെ കുപ്പായത്തെ ചവിട്ടി. അത് നിങ്ങൾ അടിക്കുകയാണോ ചെയ്യുക? ഇത് കഅബന്റെ മുമ്പിലായി പോയി, ഇല്ലെങ്കിൽ ഞാൻ കൊന്നേനെ എന്ന് പറഞ്ഞു. ജബല, ഇന്നൽ ഇസ്ലാമ സവ്വാ ബൈനകുമാ. ഇസ്ലാം നിങ്ങൾ രണ്ടുപേരെയും ഒരേ സ്ഥാനത്താണ് കാണുന്നത്. നിങ്ങളുടെ അഭിമാനം ഈ പാവപ്പെട്ട സാധുവിന്റെ അഭിമാനം ഒരുപോലെയാണ്, ജീവൻ ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ സാധുവായ മനുഷ്യൻ ഒന്നുകിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം, അല്ലെങ്കിൽ ഇയാൾ നിങ്ങളുടെ മുഖത്ത് തിരിച്ചടിക്കും. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ രാജാവ്, വഹാദ സൂഖ. സൂഖ എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യൻ, കർഷകൻ. ഈ കർഷകനായ അറാബി രാജാവായ ജബലന്റെ മുഖത്തടിക്കുന്നോ? ഇതെന്ത് മതം? ഇസ്ലാം അങ്ങനെയാണ്. നിങ്ങൾ മുസ്ലിം അല്ലേ? ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും ഒരേ അവകാശമാണ്. ഉമറേ, എനിക്ക് ഒരൊറ്റ ദിവസത്തെ സാവകാശം തരണം, അല്ലെ 2 ദിവസം ഞാൻ ഇതിന് നിന്നുകൊടുക്കാം, എനിക്ക് ചിന്തിക്കാൻ 2 ദിവസമാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അറാബി പൊരുത്തല്ലേ? പൊരുത്താൻ. 2 ദിവസം എന്ന് പറഞ്ഞു. ആ 2 ദിവസത്തിനുള്ള ഹജ്ജ് പൂർത്തിയാക്കാതെ ഇയാൾ തുർക്കിയിലേക്ക് ഓടിത്തി. ആൾ പറഞ്ഞു, ഞാൻ ഹിന്ദു മുസ്ലിം അല്ല, ഞാൻ എൻ്റെ പഴയ മതത്തിലേക്ക് പോവാൻ. ഇങ്ങനെ ഞാനും ഒരു സാധാരണക്കാരനും ഒരുപോലെയാണ് എന്ന് പറയുന്ന മതം എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞ് ജബലത്ത് ഇബ്നു ഐഹം ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചുപോയിട്ട് ക്രിസ്ത്യാനിയായിട്ടാണ് മരിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തേ കാരണം എന്നറിയോ? അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ അഹങ്കാരം ഒന്നും ഇസ്ലാമിൽ പറ്റൂല, ഒന്നുകിൽ മാപ്പ് വാങ്ങിക്കണം, അല്ലെങ്കിൽ തിരിച്ചടിക്കും. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ, രാജാധികാരം തരാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, എൻ്റെ അരികത്തേക്ക് വന്നോളൂ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം. ഫൽഹഖ് ബിൻ